പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ ഫിഖിലെ 9ാമത്തെ പാഠമാണ് തദ്രീബാത്ത് നോക്കുന്നത്. നഖ്റഉ വനസ്തഈബിൽ മഅന, നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നു. ഇത് ഹദീസാണ്. 9ാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്ത ഹദീസാണ്. തദാവൗ ഫഇന്നല്ലാഹ തആല ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാഅ ഇല്ലൽ ഹറമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ചികിത്സിക്കുക. അല്ലാഹു തആല ലം യളഅ ദാഅ, ഒരു രോഗത്തെയും വെച്ചിട്ടില്ല, ഇല്ലാ വളഅ ലഹു ദവാഅ, അതിന് മരുന്ന് വെച്ചിട്ടല്ലാതെ, ഇല്ലൽ ഹറമ, വാർദ്ധക്യമൊഴികെ. വാർദ്ധക്യമെന്ന രോഗത്തിനൊഴികെ മറ്റെല്ലാ രോഗത്തിനും അല്ലാഹു മരുന്നിനെ പടച്ചിട്ടുണ്ട്, മരുന്നിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നസ്തഹ്ദിറു മിനദ്ദാക്കിറ, സിക്റുകളിൽ നിന്നുള്ളത് നമ്മൾ എന്താക്കുക, ഇവിടെ വിട്ടുപോയത് പൂരിപ്പിക്കുക. അല്ലാഹുമ്മ റബ്ബന്നാസ് ഡേഷ് ലാ യുആദിലു സഖമ അസ്അലുല്ലാഹ ഡേഷ് അൻ യശ്ഫിയക്. അത് പാഠത്തിലുണ്ട്, പഠിക്കാൻ ഉള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതവിടെ പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നക്തശിഫുൽ ഇജാബ, നമ്മൾ ഉത്തരം കണ്ടെത്തുക. ചോദ്യമാണ്, 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ആൻസർ പാഠത്തിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം, മാ ഹുക്കുമു ഖബൂലി തിബ്ബി അൽ കാഫിരി. മാ ഹുക്കുമു ഖബൂലി തിബ്ബിൽ കാഫിരി, അമുസ്ലിമിൻ്റെ മരുന്ന് സ്വീകരിക്കൽ അഥവാ അമുസ്ലിമായ ഡോക്ടറെ കാണിക്കൽ, എന്താണ് അതിൻ്റെ വിധി? 2ാമത്തെ ചോദ്യം, മാദാ യുസന്നു ലി ആയിദിൽ മരീദി. മാദാ യുസന്നു ലി ആയിദിൽ മരീദി ഇദാ റജാ ഫി ഹയാത്തിഹി. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗി ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവിടെ ആ സന്ദർശകന് എന്താണ് സുന്നത്ത്? ഇനി അടുത്ത ചോദ്യം, മാദാ യുസന്നു ലി ആയിദിൽ മരീദി ഇദാ ഖാഫ അലൈഹിൽ മൗതു. ഇനി രോഗിയെ സന്ദർശിക്കുന്നവൻ രോഗിയുടെ മേലിൽ മരണത്തെ ഭയന്നാൽ അവൻ്റെ മേലിൽ എന്താണ് സുന്നത്ത്? ഇനി 4ാമത്തെ ചോദ്യം, മാദാ യഖൂലു മൈ യുഅമ്മിലു ഐനൈൽ മയ്യിത്തി. മയ്യിത്തിൻ്റെ 2 കണ്ണും ചിമ്മിക്കൊടുക്കുന്നവന് എന്താണ് അവൻ പറയേണ്ടത്? ചിമ്മിക്കൊടുക്കുന്ന സമയത്ത് പറയേണ്ട ഒരു വാക്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അതെന്താണ്? ഈത്തി 5ാമത്തെ ചോദ്യമാണ്, ഈത്തി ബി ദലീലിൻ അലാ സുന്നിയത്തിൽ ഖിറാഅത്തി ഇൻദൽ മൗതി വ ഇൻദൽ മുഹ്തദരി. മരണമാസന്നമായ രോഗിയുടെ അടുക്കലിൽ നിന്നും മരിച്ച മയ്യത്തിൻ്റെ അടുക്കലിൽ നിന്നും ഖുർആൻ ഓതുന്നതിനുള്ള തെളിവ് എന്താണ്? അത് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസ്, അതാണ് പറയേണ്ടത്. ഇനി 6ാമത്തെ ചോദ്യം, ഹൽ യജൂദു തശ്രീഹുൽ ജുസ്സ, അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്യൽ എന്താണ്? ജായിസാണോ, അനുവദനീയമാണോ എന്നതാണ് അവിടെ ചോദിക്കുന്നത്. പോസ്റ്റ്മോർട്ടം അഥവാ മരണകാരണം അറിയാൻ വേണ്ടി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കീറി മുറിക്കൽ, അത് ജായിസാണോ, അത് പറ്റുമോ? പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തദ്രീബാത്തുകൾ. ഇനി അടുത്തത് നസിൽ ബിൽ മുനാസിബ്. നമ്മൾ എന്താക്കാം, യോജിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പുറത്തെ കോളത്തിൽ വിധികൾ പറയുന്നുണ്ട്, ആ വിധികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇസ്തിഖ്ദാമു ഉദുവി നജസിൻ ഇൻദൽ ദറൂറ, നജസായ അവയവം വെച്ച് പിടിപ്പിക്കുക, സഹായം തേടുക. ലറൂറത്തിൻ്റെ പ്രയാസകരമായ അവസരത്തിൽ നജസായ അവയവത്തിൻ്റെ സഹായം തേടൽ എന്താണ്? അതിൻ്റെ വിധി എന്താണ്? പിന്നെ ഖത്ഉ ബഅളി മിൻ ജിസ്മിൽ മുസ്ലിമി ലിസർഇഹി ഫി ഇൻസാനിൻ ആഖിർ, മനുഷ്യ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മുറിക്കുക. എന്തിന്?
അത് മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി മുറിക്കൽ, അതിൻ്റെ വിധി എന്താണ്? ഷഖ്ഖു ബതനിൻ ഹാമിലിൻ റുജിയത്ത് ഹയാത്തു ജനീനിഹ. ഷഖ്ഖു ബത്നി ഹാമിലിൻ റുജിയത്ത് ഹയാത്തു ജനീനിഹ. ഗർഭിണിയുടെ വയറ് കീറി മുറിക്കൽ, ആ വയറ്റിലുള്ള കുട്ടിയുടെ ജീവനിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? ഇനി അത്തദാവി ലിൽ അംറാദി, രോഗങ്ങൾക്ക് ചികിത്സിക്കുക, അതിൻ്റെ വിധി എന്താണ്? അതുപോലെ അഖദു ഷൈഇൻ മിൻ ശഅരിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ മുടിയിൽ നിന്ന് ചിലത് എടുക്കൽ, അതിൻ്റെ വിധി എന്താണ്? ഇനി അവസാനം കൊടുത്തത് ഹോംവർക്കാണ്. അത് മയ്യത്തിന് വേണ്ടിയും അതുപോലെ മരിച്ച ആൾക്ക് വേണ്ടിയും രോഗിക്ക് വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല സൽക്കർമ്മങ്ങൾ അത് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി വായിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നതാണ്. ഇൻഷാ അല്ലാഹ്.